നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്കാണ് കേട്ടോ. നമ്മുടെ ഈ ധനുഷ്കോടിയിലേക്ക് എത്തുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 10:30 മണിയായി കാണും. കാരണം ഞങ്ങൾ രാവിലെ 9:30 രാമേശ്വരത്ത് നിന്ന് അവിടെ അമ്പലത്തിലെല്ലാം കയറിയ ശേഷം ഇറങ്ങിയതാണ്. അതിനുശേഷമാണ് നമ്മൾ നേരെ ധനുഷ്കോടിയിലേക്കുള്ള യാത്ര. ഈ ധനുഷ്കോടിയിലേക്ക് യാത്ര എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു വൈബുള്ളൊരു യാത്ര തന്നെയാണ്. കാരണം 2 സൈഡും കടലും അതിൻ്റെ നടുവിലൂടെയുള്ള റോഡിലൂടെയുള്ള ഒരു യാത്ര. നോക്കി പോകുമ്പം തന്നെ കാണാൻ പറ്റും. ഇരുവശത്തായിട്ട് ഒരുപാട് ചെറിയ ചെറിയ കടകളിരിപ്പുണ്ട്. ഇതെല്ലാം ഹോട്ടലുകളാണ് കേട്ടോ, ചെറിയ ചെറിയ ഹോട്ടലുകളാണ്. ഇവിടെ മീൻ, ഫിഷ് ഫ്രൈയും ഊണ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും അവസാനം എൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ധനുഷ്കോടിയിൽ നിന്ന് ഏകദേശം ഒരു 15-20 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ശ്രീലങ്ക സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രീലങ്കയുടെ അടുത്തല്ല, ധനുഷ്കോടിയിലേക്ക്. പിന്നെ ഞങ്ങൾ കണ്ടാണ് ഈ ലൈറ്റ് ഹൗസ് കേട്ടോ. ലൈറ്റ് ഹൗസ് ധനുഷ്കോടി എൻഡിൽ എത്തുന്നതിന് മുമ്പ് അരിച്ചൽ മുന, അവിടെ എത്തുന്നതിന് മുന്നെയാണ് ഈ ലൈറ്റ് ഹൗസ് ഉള്ളത്. കാരണം ഇവിടെയൊക്കെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അതിന് അങ്ങോട്ട് ചെന്നാലേ നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയൂ. ഇപ്പോൾ നിൽക്കുന്നത് ധനുഷ്കോടി. എങ്ങനെയുണ്ട് ധനുഷ്കോടി? ധനുഷ്കോടിയിൽ ലാസ്റ്റ് എൻഡിൽ എത്തിയിട്ടില്ല, അവിടെ എത്തണം. ഇവിടെ ഇപ്പോൾ എത്തും. ഞങ്ങളുടെ ഒരു സുഹൃത്തിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുക, വരാനുണ്ട്. ഇവിടെ മൊത്തം കച്ചവടക്കാരെ കൊണ്ടുള്ളൊരു ബഹളമാണ് കേട്ടോ. പൈനാപ്പിള്, തണ്ണിമത്തൻ, മാങ്ങ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ നിൽക്കുന്നുണ്ട്. അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ വലിയ പാർക്കിംഗ് ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. കാരണം ഇന്ന് ഒരുപാട് തിരക്കായിട്ട് ഒരുപാട് വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പാർക്കിംഗ് ഇപ്പം നമ്മളിതാ ഇങ്ങനെ നടന്ന് ആ ലാസ്റ്റുള്ള അശോക സ്തംഭത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അശോക സ്തംഭം, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ലാസ്റ്റുള്ള. ഇതിനപ്പുറത്തേക്ക് ശ്രീലങ്കയാണ്. ഈ കടൽ കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ശ്രീലങ്കയാണ്. ഇവിടെ ശംഖ് അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട്. ഇവിടെ എടുക്കുന്ന ഫോട്ടോ ഇവിടെ തന്നെ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എടുക്കുന്നതാണ് ആളിവിടെ കൂടി നിൽക്കുന്നത്. ആ ഫോട്ടോ വാങ്ങാൻ ഇതിനൊക്കെ ആയിട്ടാണ് ഇവിടെ ആൾ നിൽക്കുന്നത്. വിഷയമാണ് കേട്ടോ. ഇതാണ് ആ സ്തൂപം.
പിന്നെ ധനുഷ്കോടിയിൽ കണ്ട വേറൊരു കാഴ്ചയാണ്, ഇവിടെ കുറേ ബാലഡ് ഈഗിൾസ് ഒരുപാടെണ്ണം ഇങ്ങനെ കടൽ തീരത്തിരിക്കുകയാണ്. നമ്മൾ ഈ ക്യാമറയും കൊണ്ട് അവിടെ എത്തുന്നവരെ അതിരിക്കുമെങ്കിൽ കാണാം. ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് ലക്ഷ്യം വെച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടുത്ത്. കാരണം നല്ല വൈറ്റ് ഹെഡും അതിൻ്റെ ഉടലൊക്കെ ബ്രൗൺ കളറുമായിട്ടുള്ള ഒരുപാട് പറക്കുന്നു. ഒരെണ്ണം അവിടെ ഇരിക്കുന്നു, അതിനെന്താണെന്ന് നോക്കാം. അതിന് ഒരു കാലിൽ കടലിൽ നിന്ന് റോഡിലേക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ കുറേ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വല കെട്ടൊക്കെ മാറ്റിയെടുക്കുകയാണ്. ഇതാണ് വളരെ സന്തോഷമായിട്ട് എന്ന് ജോലി ചെയ്യുകയാണ്. ഇവിടെ 3 വള്ളങ്ങൾ ഇവിടെ പോകുന്നുണ്ട്. ലെവലായിരിക്കുന്ന ഒരു വള്ളമാണ്. ഇവിടെ കണ്ട മറ്റൊരു പ്രത്യേകതയാണ്, 2 സൈഡായിട്ട് അപ്പുറത്ത് കടലുണ്ട് ഇപ്പുറത്തും കടലുണ്ട്. അവിടെ ഒരു മണൽത്തിട്ട രൂപപ്പെട്ട് അതിൻ്റെ 2 സൈഡിലായിട്ട് വെള്ളം നിൽക്കുക. ഇല്ല ഹായ്, ഈ ധനുഷ്കോടിയിൽ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. അതായത് കടലിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്നത് നമുക്ക് കാണാം. നല്ല രസമുണ്ട് കേട്ടോ ഇതിൽ കൂടെ അപ്പുറത്തേക്ക് പോകാനായിട്ട്. നല്ല വെള്ളം തന്നെയാണെന്ന് അതുവഴി ഒലിച്ച് ഇപ്പുറ സൈഡിൽ കൂടെ വരികയാണ്. അത് തിരിച്ച് കടലിലേക്ക് തന്നെ കയറുന്നതാണ്. നമുക്കിതിനകത്തൂടെ ഇങ്ങനെ അപ്പുറത്ത് ആ മണ്ണിട്ടയിലേക്ക് പോകാൻ പറ്റും. ശരിക്കും നല്ല രസമുണ്ട് ഇതിനകത്തൂടെ പോകാനായിട്ട്. കാരണം ഇവിടെ ചിപ്പി അങ്ങനെയുള്ള സാധനങ്ങളെ മണ്ണിൽ കിടക്കുന്നുണ്ട്. അത് പിള്ളേർ പറക്കി എടുക്കുന്നുണ്ട്. സ്റ്റാർ അവിടെ ഒരു സ്റ്റാർ ഫിഷ് കിടന്നു. ഞാൻ അവിടെ ടിപ്പ് കൊടുത്തു. രതീഷ് അതൊന്ന് കാണിച്ചു കൊടുത്തു. ഞാനിതാ ഇപ്പോൾ എടുത്തിട്ട സ്റ്റാറാണ് കേട്ടോ. അത് നമ്മുടെ രതീഷ ക്യാമറ എടുക്കുന്നത്. രതീഷ് അത് കാണിച്ചു തരാണ്. എന്തുകൊണ്ട് നല്ല ഒരു രസമുള്ളൊരു ഫീൽ ചെയ്യാൻ പാസ് ചെയ്ത വീഡിയോ. ഇതിന് ചെറിയ ജീവനുള്ളതുപോലെ സംശയമുണ്ട്. എന്തായാലും ഞങ്ങൾ തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ ഇടുകയാണ് കേട്ടോ. ഇവിടെ ഇടുകയാണ് വെള്ളത്തിലേക്ക്. ആണ്ടാ കുട്ടികൾ പറക്കിക്കൊണ്ട് നേരത്തെ ഇവിടെ വെള്ളത്തിൽ കെട്ടുന്ന കുട്ടികൾ പറക്കിക്കൊണ്ട് ചിപ്പിയൊക്കെ ആയിട്ട് ചിപ്പിയുണ്ട്, ശംഖുണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അവർ പറക്കിക്കൊണ്ട് വെച്ചിരിക്കുകയാണ് ഈ കടലിലിറങ്ങി. ഈ ധനുഷ്കോടിയിലെ പഴയ ധനുഷ്കോടിയിലെ ചർച്ചാണ്. അന്നത്തെ ആ ഒരു ചുഴലിക്കാറ്റിൽ തകർന്നു പോയ ആ ഒരു ചർച്ചിൻ്റെ അവശിഷ്ടമാണിതിപ്പോൾ. ഇതിപ്പോൾ സംരക്ഷിത സ്മാരകമായിട്ട് വെച്ചിരിക്കുന്നത്. നടുക്കൂടെ ചുറ്റിപ്പോയി അത് കാണാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും ചിപ്പിയും അങ്ങനെ കുറേ സാധനങ്ങളിവിടെ ഉണ്ട് കേട്ടോ.
ഇതാണ് ആ ചർച്ചിൻ്റെ ആൾത്താര്, അങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇതാ ചർച്ചിൻ്റെ പുറകുവശമാണ്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് ഇതിൻ്റെ പേരുള്ള ഓൾഡ് പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലോട്ടിംഗ് സ്റ്റോണ്, ഓൾഡ് ചർച്ച്, രാമർ ടെമ്പിൾ, ഹൗസ് ആൻഡ് ടെമ്പിൾ, മെഡിക്കൽ കോളേജ്, അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം അന്നത്തെ ആ ഒരു ചുഴലിക്കാറ്റിൽ നശിച്ചു പോയതാണ്. 1964 ഒരു ചുഴലിക്കാറ്റിലാണ് ഇതെല്ലാം ആ ധനുഷ്കോടി നാമാവശേഷമായത്. അത് കൊള്ളാം. ഇവിടെ എല്ലായിടത്തും ചിപ്പിയും മറ്റതും കൊണ്ടുള്ള ഒരുപാട് സാധനങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മറു സൈഡിലായിട്ട് തന്നെ സോഡ, നാരങ്ങ, സർബത്ത്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടെ കൂടുതലും ചിപ്പിയും അങ്ങനെയുള്ള ശിവലിംഗം, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളാണ് ഈ കടൽക്കരയിലുള്ളത്. എൻ്റെ ഈ ധനുഷ്കോടി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.